ഒരിക്കൽ ഒരു മൺകുടത്തോട് ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. നിനക്ക് എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ ഇത്ര കൂളായിരിക്കുവാൻ സാധിക്കുന്നത്? അതിന് മൺകുടം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ എപ്പോഴും എന്നെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ പിൻവാങ്ങുമെന്ന്. പ്രിയമുള്ളവരെ, മൺകുടത്തിൻ്റെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും അരുതായ്മകളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ഈ 50 നോമ്പിൽ വിശുദ്ധിയുള്ള, നന്മയുള്ള, സ്നേഹമുള്ള, നന്ദിയുള്ള ഒരു ഹൃദയം ഈശോയ്ക്ക് നൽകുവാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകണം. ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാരത്തിൻ്റെയും ഓർമ്മ ആചരിക്കുന്ന 50 നോയമ്പിൻ്റെ ആദ്യ ദിനമാണ് കുരിശുമര പെരുന്നാൾ അഥവാ വിഭൂതി തിരുനാൾ. മനുഷ്യൻ തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അതുവഴി ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും സഹനങ്ങളും വേദനകളും പ്രതിസന്ധികളുമൊക്കെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുവാനും നെറ്റിയിൽ കുരിശാകൃതിയിൽ വഹിക്കുന്ന ആ ചാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അനുദപിക്കുന്നവരെ ഈശോ തന്നിലേക്ക് വീണ്ടും വീണ്ടും അടുപ്പിക്കുമെന്ന വലിയ സത്യവും കുരിശുമര പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലങ്കാരത്തിൻ്റെ അടയാളമായ നെറ്റിത്തരത്തിൽ ശൂന്യവത്കരത്തിൻ്റെ ചാരം പൂശിക്കൊണ്ട് 50 നോമ്പിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഈ നോമ്പ് നമുക്ക് പുതിയൊരു അനുഭവമാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളുടെയും നന്മകളുടെയും സ്നേഹങ്ങളുടെയും അംഗീകാരങ്ങളുടെയും പദവിയുടെയും പ്രശസ്തിയുടെയും ആധിപത്യത്തിൻ്റെയും ഒപ്പം നമ്മുടെ ബലഹീനതകളുടെയും കുറവുകളുടെയും മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ദൃശ്യവും അദൃശ്യവുമായ സകല ദോഷഫലങ്ങളുടെയും ഓലകൾ പരിത്യാഗമാകുന്ന അഗ്നിയിൽ കത്തിച്ച് ആ ചാരം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തും വിധം വിശുദ്ധ കുരിശിൻ്റെ മായാത്ത മുദ്ര നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 50 നോമ്പിൻ്റെ 50 ധ്യാനചിന്തകളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം ആത്മീയ നന്മകൾ കൊണ്ട് നിറയട്ടെ. പുതിയൊരു ആത്മീയ ഉണർവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിയായിരിക്കട്ടെ.